വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതും ഒരു സിറ്റ് ഡൗൺ വീഡിയോ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പുളിയിലക്കര ഉള്ള ഒരു സെറ്റ് മുണ്ടാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലേബൽ അനുരാധ നായരിൽ അവൈലബിൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പുളിയിലക്കരയുടെ സെറ്റ് മുണ്ടാണ്. അതിനോടൊപ്പം ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ബ്ലൗസ് ആണ് കേട്ടോ. ഇത് എൻ്റെ പഴയ ഒരു ബ്ലൗസ് ആണ്. അതാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് പുളിയിലക്കര വരുന്ന സെറ്റ് മുണ്ടിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓഫ് വൈറ്റ് പൂക്കളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരു മറൂൺ ലൈനിങ്ങും കൂടെയുണ്ട്. അപ്പോൾ ലൈൻസ് കൂടെ അതിൽ വരുന്നുണ്ട്, ആ പൂക്കളുടെ ഒരു ബോർഡർ പോലെ. അങ്ങനെ ഒരു സെറ്റ് മുണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ ആഭരണത്തിൽ ഉള്ള നമ്മുടെ മംഗൾസൂത്ര കളക്ഷനിൽ വരുന്ന ഒരു പീസാണ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പീസാണ്. ഇത് സിംഗിൾ ലെയർ ചെയിൻ ആണ് കേട്ടോ വരുന്നത്. കരിമണി പ്ലസ് ഇതിൽ ഗോൾഡ് ബോൾസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അതിൻ്റെ തന്നെ ഒരു മാച്ചിങ് ഇയർ റിംഗ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം മേക്കപ്പും വളരെയധികം ട്രഡീഷണലാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ചെയ്യാൻ അധികം സമയം എടുക്കില്ല. അല്ലെങ്കിലും ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ്സ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാറില്ല കേട്ടോ. കാരണം എനിക്കും അതിൽ താല്പര്യമില്ല, നിങ്ങൾക്ക് കാണാനും അത് താല്പര്യം കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് എങ്ങനെ ഒട്ടും ബോറിംഗ് അല്ലാത്ത നല്ല നല്ല ലുക്സ് ചെയ്തെടുക്കാൻ പറ്റും, അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം മോയ്സ്ചറൈസ് ചെയ്യണം. ഞാനിപ്പോൾ സ്കിന്നിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ കൊളാജൻ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യുക സ്കിന്നിനെ നന്നായിട്ട് ആദ്യം. ഓക്കെ, പിന്നീട് സൺസ്ക്രീനും കൂടി. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ. ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആയിട്ട് സിംഗിൾ ട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷെ കഴിവതും അങ്ങനത്തെ യൂസ് ചെയ്യാതിരിക്കുക, നമ്മൾ സെപ്പറേറ്റ് യൂസ് ചെയ്യുക കേട്ടോ. ആദ്യം മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള തന്നെ ഒരു പ്രിഫറബിളി മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കൺസീലർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൺസീലർ ചെറിയ എൻ്റെ സ്പോട്ട്സ് ഉള്ള സ്ഥലത്തെല്ലാം, ഈ ഒരു ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള സ്ഥലത്ത് ഈ കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മീഡിയം 130p മീഡിയമാണ് കെ ബ്യൂട്ടിയുടെ. അപ്പോൾ ഇതിൽ 150 എന്നും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ, ഞാൻ ജനറലി അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഓരോരുത്തരുടെ സ്കിൻ ഓരോ രീതിക്കല്ലേ, അപ്പം അതിനനുസരിച്ച് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് കൺസീലർ ബ്രഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓണം എല്ലാം നമ്മുടെ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ ചേച്ചി UK വന്നിട്ടുണ്ട്. ട്രിപ്ലെറ്റ്സും ആയുഷ്മോനും എല്ലാവരും ഉണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം അവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ വീട് വീട് തലകുത്തന്നെ ഇരിക്കും എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ പുടുമോൾക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മോള് 1 വയസ്സിന് ശേഷമാണ് നമ്മളന്ന് ഞാനും അമ്മയും കൂടി UK പോകുന്നത് മോളെയും കൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു പരിചയക്കുറവും കാണിച്ചില്ല. സ്ട്രെയിറ്റ് അവേ കസിൻസിൻ്റെ കൂടെ വലിയ കളിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു പരിചയക്കുറവും ഇല്ല. വളരെ ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് നടക്കുവാണ്. ഓക്കെ, ചെറിയൊരു ഗ്ലോ നമുക്ക് നാച്ചുറലി നമ്മളൊരു കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഞാനൊരു ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് പിക്സിയുടെ ബ്ലഷാണ്. വളരെ ട്രെൻഡിങ് ആയിട്ട് ഇരുന്നൊരു ബ്ലഷാണ്. പക്ഷെ ഇപ്പോൾ അന്ന് അത്ര ട്രെൻഡിങ് അല്ല ഇപ്പോൾ. പക്ഷെ എന്നാലും സ്റ്റിൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെറുതായിട്ട്. ഓക്കെ, ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ബ്രോ വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ബെനിഫിറ്റിൻ്റെ ബ്രോ വാക്സ് ആണ്. പ്രിസൈസ്ലി മൈ ബ്രോ വാക്സ്. അപ്പോൾ ഇത് ഇല്ലാതെ ഞാൻ എവിടെയും പോകാറില്ല. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാം. അതല്ല ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ള ബ്രോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്താലും മതിയാവും. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്രോസിൻ്റെ പണി കഴിഞ്ഞു. ഇനി അടുത്തത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണ് ഞാൻ ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മൾ താഴത്തെ വാട്ടർ ലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റാണ്. ഇത് അൾട്ടിമേറ്റ് ന്യൂഡ്സ് ഡാർക്ക് പാലറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്
ഈ ഒരു പാലറ്റിൽ നിന്നും ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ലൈറ്റർ ഷെയ്ഡാണ് ആദ്യം എടുക്കുക. അത് ഞാൻ എൻ്റെ ഐലിഡ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ, ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ എൻ്റെ ഈ വാട്ടർ ലൈനിൻ്റെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഒരു ഫ്ലാറ്റ് ടോപ്പ് പോയിന്റഡ് ബ്രഷ് ഉണ്ടെങ്കിൽ എളുപ്പമാകും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യൂടിപ്പ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതി. ഇനി ഞാൻ നൈക്കയുടെ ബോൾഡ് കാജലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് തിക്നെസ് ഉള്ള ഒരു കാജലാണ്. അപ്പോൾ ഈ ഒരു കാജൽ ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫ്ലാറ്റ് പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തൊരു ഐ മേക്കപ്പ് ആണ്. ഇനി ഒരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മേബിലിൻ കൊളോസൽ മസ്കാരയാണ്. മസ്കാര അപ്ലൈ ചെയ്തു. ഞാൻ ഒരു സൈഡിൽ ഐ മേക്കപ്പ് മാത്രമേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാനൊരു നോഹോ ആംബർ എന്ന് പറയുന്ന മേബിലിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 677 ആണ് കോഡ്. ഒരു ചില്ലി, ഒരു റെഡിഷ് ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ ട്രഡീഷണൽ മേക്കപ്പ് ആയതുകൊണ്ട് നമുക്കൊരു ട്രഡീഷണൽ കളർ റെഡ് തന്നെ ചൂസ് ചെയ്യാം. ഇനി ഒരു പൊട്ട്. ഇനി ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ഒരു ടിക് ലിപ്സ് വേണം, ടിക്ടോക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ നാലോ, എന്നാൽ മൂന്നല്ല, ഈവൻ നമ്പേഴ്സ് എടുത്താൽ മതി. ഒരു സൈഡിൽ 2 വയ്ക്കുന്ന രീതിക്കാവുമല്ലോ. ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് ഇപ്പോൾ ജനറലി എടുക്കാറ്. ബാക്കിൽ, അതായത് ഞാൻ ഇത്ര പോർഷൻ മാത്രമേ സെൻറ്റർ എടുക്കാറുള്ളൂ, ബാക്കി ഞാനിങ്ങനെ ബാക്ക് കോംപ് ചെയ്താണ് വിടാറ് കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ഈ സൈഡിൽ നിന്ന് എടുക്കുക. സൈഡിൽ നിന്ന് എടുക്കുക. ജസ്റ്റ് നമ്മുടെ ഈ സൈഡ്സിലെ ഹെയർ ഒന്നെടുത്ത് പുറത്തോട്ടിടുക. ഹെയർ സ്റ്റൈലും കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ, വളരെ എളുപ്പമാണ്. യെസ്, ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഓണത്തിന് റെഡിയായി പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മേക്കപ്പും ഹെയർ സ്റ്റൈലുമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നമ്മൾ ശരിക്കും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ്സ് പോലും എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പുളിയലക്കര സെറ്റും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ഈ ആഭരണത്തിൻ്റെ നമ്മുടെ ട്രഡീഷണൽ കരിമണിമാലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഷോപ്പ് ചെയ്യാനായിട്ട് ആഭരണത്തിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ലേബൽ അനുരാധയിൽ നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക, വാക്ക് ഇൻ കസ്റ്റമറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.